Hi guys, welcome back to my channel. So this is my day 4 in Thailand. ഇപ്പോൾ ഞാൻ ബാങ്കോക്കാണുള്ളത്. ഇന്നലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ബാങ്കോക്കിലേക്ക് വന്നു. എൻ്റെ ഫോൺ ആക്ച്വലി ഡെഡായി പോയി ചാർജ് ചെയ്യുന്നത്, അതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. പട്ടായനൊരു 3 hours ഡ്രൈവ് ഉണ്ട് ബാങ്കോക്കിലേക്ക്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു, ഇവിടെ എത്തി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് മറൈൻ വേൾഡ് സഫാരി പാർക്കുമാണ്. അതിനുശേഷം ഡിന്നർ ഒരു ക്രൂസിലാണ് ഇവിടെ പാക്കേജുകാർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻസ്. സോ എണീറ്റ് റെഡിയായി ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ. അപ്പോൾ യെസ്, ഡേ 4 ഇൻ തായ്ലൻഡ് ഇങ്ങനെ പോകുന്നു. ലെറ്റ്സ് സീ ഗൈസ്. അപ്പോൾ ഇപ്പോൾ മറൈൻ പാർക്കിലെത്തി. ഇവിടെ ഓരോ ഷോ ടൈമിങ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മളത് ചെയ്യണം. മാക്സിമം ഷൂസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതാണ് ഫസ്റ്റ് രാവിലത്തെ സെഷനിലെ പ്ലാൻസ്. അങ്ങനെ ഷോസൊക്കെ കഴിഞ്ഞു, ലഞ്ചും കഴിച്ചു. എക്സിറ്റ് ചെയ്യുന്നത് മറൈൻ പാർക്കിൻ്റെ ഉള്ളിൽ കൂടിയാണ്. ഇവിടെ ആനിമൽസും ബേർഡ്സും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സ്പോട്ടിൽ ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്താണ് പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മറൈൻ വേൾഡും സഫാരി പാർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു മോളിൽ വന്നിരിക്കുവാണ്. നല്ല അടിപൊളിയാണ് ഈ മോളിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. ഇതിന് ശേഷം ക്രൂസ് വരും. അപ്പോൾ ഡിന്നർ ക്രൂസിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ ഡിന്നറിന് വേണ്ടി ക്രൂസിൽ കയറി. ഇവരുടെ കൂടെ തേർഡ് വീലിംഗ് ആണ് ഞാൻ. വാലന്റൈൻസ് ഡേ ആയിട്ട് രണ്ടുപേരും സെയിം ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ക്രൂസ്? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിന്റെ മുകളിലാണ് ക്രൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് മുകളിലാണ്. എന്തായാലും ഞാൻ ഇവരുടെ കൂടെ തേർഡ് വീലിംഗ് ആണ്. ഇതൊക്കെയാണ് ഫുഡ്. അത്യാവശ്യം നല്ലൊരു സ്പ്രെഡാണ്.
ക്രൂസിലെ ഡിന്നറും അതുപോലെ ഒരു അടിപൊളി ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിക്ക് ചെയ്ത് പോർട്ടിൽ തന്നെ തിരിച്ചാക്കി. അപ്പോൾ ക്രൂസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി ഒന്ന് ഫ്രഷായി നൈറ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഐറ്റിനറിയിലുള്ള എല്ലാം തീർന്നു പാക്കറ്റില്ല. അപ്പോൾ ഗ്രാബ് വിളിച്ചുകൊണ്ട് ഇവിടെ കൊച്ചാൻ റോഡിൽ വന്നിരിക്കുവാണ്. ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ്സും കഫേസൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുവാണ്. സ്ട്രീറ്റിൽ കൂടി നടന്നു, ചെറിയ രീതിയിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു. ആൻഡ് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തു. പിന്നെ ഇവിടെ വന്നിട്ട് ഡെയിലി പോണ ഒരു ഷോപ്പ് 7-Eleven. അപ്പം ഞാൻ 2-3 ഷോപ്സിൽ പോയപ്പോഴേക്കും 7-Elevenലെ വൈറൽ ഡ്രിങ്ക് എനിക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല, അവിടുത്തെ സാധനങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തായാലും ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഐ ട്രൈഡ് ഇറ്റ് ഔട്ട്. എന്താ പറയുക, അത്ര സുഖമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് വർത്ത് ദ ഹൈപ്പ്. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഹൈപ്പിൻ്റെ അത്ര ഒന്നുമില്ല. ബട്ട് എനിവേസ് തായ്ലൻഡ് വരെ വന്ന സ്ഥിതിക്ക് ഐ ട്രൈഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് വൈറൽ ഡ്രിങ്ക് ഓഫ് തായ്ലൻഡ്? ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എങ്ങനെയുണ്ട് പറയുക? അടിപൊളി. നാളെ രാവിലെ അറിയാം ഇത് ഇങ്ങനെ വൈറലായിട്ടാണോ വൈറസ് ആയിട്ടാണോ പോകുന്നത്. നാളെ രാവിലെ അറിയാൻ പറ്റും. നമുക്ക് ഉപകാരമുണ്ട് ഉണ്ടായിരുന്നതിന് വളരെ താങ്ക്സ്. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് ഞങ്ങൾ ടുക്ക് എടുത്തു, അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്.